ഹല്ലേലൂയ. യേശുവേ നന്ദി. അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവ് 3 വലിയ കൃപകളാണ് അവിടെ ഒരുക്കി വച്ചിരിക്കുക. ഒന്ന്, പാപമോചനത്തിൻ്റെ കൃപ. അവിടേക്ക് ദൈവജനം വരുന്നത് വലിയൊരു കുമ്പസാരം നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് കുമ്പസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിഞ്ഞ് കൃപയിലേക്ക് അവർ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ കൃപ അവിടെ ഒരുക്കി വച്ചിരിക്കുന്ന വിടുതലിൻ്റെ അഭിഷേകം, സ്പിരിറ്റ് ഓഫ് ഡെലിവറൻസ് ഓർ ഗിഫ്റ്റ് ഓഫ് ഡെലിവറൻസ്. വിടുതലിൻ്റെ ആത്മാവ്, കൃപയുടെ അത് വലിയ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും പരിശുദ്ധാത്മാവ് ഒരുപാട് കുടുംബങ്ങളുടെ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ച് അവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ അനുഭവം ഒത്തിരിയേറെ മക്കൾക്ക് കൊടുക്കുന്നു. മൂന്നാമത്തെ അഭിഷേകം കർത്താവിടെ ഒരുക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ദൈവജനത്തിൻ്റെ മേൽ ഒഴുകപ്പെടുന്ന സംഭവങ്ങൾ നടക്കുന്നു. 3 വലിയ അഭിഷേകം. ഇത് കിട്ടണം. ഇത് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഒരുപാട് തകർച്ചതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അച്ഛൻ പറയാം, ഒന്ന് പാപമോചനം കിട്ടാനുള്ളൂ, പാപമോചനത്തിൻ്റെ അഭിഷേകം. അപ്പോൾ അവിടെ തുടങ്ങുന്നതാണ് പാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ. എല്ലാവരും കേട്ടിരിക്കണം, പാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ. ശ്രമപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് പാപത്തിന് 4 തരം പരിണിത ഫലമുണ്ട്. 4 തരം. അതിലേക്ക് ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് വാട്ട് ഈസ് സിൻ, എന്താണ് പാപം എന്നത് ബൈബിള് പഠിപ്പിക്കുന്നത് ഒന്ന് ധ്യാനിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:4, 5, 6 വചനമുണ്ട്. പാപം നിയമലംഘനമാണ്. പാപം ചെയ്യുന്നവൻ ദൈവിക നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ശ്രമം പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പാപം നിയമലംഘനമാണ്. വചനം അങ്ങനെ, പാപം ദൈവിക നിയമങ്ങളുടെ ലംഘനമാണ്. 1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായതെന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. അടുത്ത് പറയാണ്, പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. അതാണ് 1 യോഹന്നാൻ 3:7 മുതൽ 9 വരെയുള്ള വചനം. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നവൻ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പാപം എന്ന് ചോദിച്ചാൽ ദൈവകൽപ്പനകൾ, ദൈവിക നിയമങ്ങൾ, ഈശോമിശിഹായുടെ അധരങ്ങളിലൂടെ വരുന്ന വചനങ്ങൾ അനുസരിക്കാതെ എതിർത്തുകൊണ്ട് ഞാനോ നിങ്ങളോ ജീവിക്കുമ്പോൾ നമ്മൾ പാപാവസ്ഥയിൽ ജീവിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വചനത്തിലേക്ക് വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-17 വചനം. കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ദൈവമായ കർത്താവ് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കുമെന്ന് പറഞ്ഞു. ദൈവമായ കർത്താവ് ആദത്തിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി അവർ താമസമാക്കിയിട്ട് അവർ താമസിപ്പിച്ചിട്ട് പറഞ്ഞു, കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം, വലിയ വചനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് പറഞ്ഞു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം,
എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. സ്ഥലം പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് പാപം എന്നത്. ദൈവം പറഞ്ഞു ഇത് ചെയ്യരുത്, ഒരു കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു വിലക്കപ്പെട്ട കനി പറിച്ചു കഴിക്കരുത്, അത് പറിച്ചു കഴിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പിശാച് പാമ്പിൻ്റെ സർപ്പത്തിൻ്റെ രൂപത്തിൽ ഹവ്വായുടെ അടുക്കൽ വന്നിട്ട് പറയും, അങ്ങനെയല്ല, ഇത് പറിച്ചു കഴിച്ചാൽ മരിക്കില്ല, മാത്രമല്ല നിങ്ങൾ ദൈവത്തെ പോലാകും, നിങ്ങൾ ഒത്തിരി വളരും, ഒത്തിരി ഉയരും, ഒത്തിരിയേറെ സന്തോഷം കൊണ്ട്. അതുകൊണ്ട് ദൈവകൽപ്പനകൾ ലംഘിച്ച ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് ഈ കാലഘട്ടത്തിൽ പുതിയ ദൈവശാസ്ത്രം ഇറങ്ങുന്നതാണ്. എന്തു തെറ്റ് ചെയ്താലും ഒന്നും പേടിക്കണ്ട. ദൈവകൽപ്പനകൾ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട കർത്താവിൻ്റെ തിരുവചനങ്ങൾ രഹസ്യമായോ പരസ്യമായോ ലംഘിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നേ. അതൊന്നും സംഭവിക്കില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പഠിപ്പിക്കുന്നത് പിശാചാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ്റെ നാശം ആഗ്രഹിക്കുന്ന, അവൻ്റെ നിത്യനാശം ആഗ്രഹിക്കുന്ന, ദൈവമകൻ്റെ നിത്യനാശം ആഗ്രഹിക്കുന്ന സാത്താൻ്റെ പ്രബോധനമാണിത്. ദൈവകൽപ്പനകളും ദൈവപ്രമാണങ്ങളും ലംഘിച്ചു കഴിഞ്ഞാൽ, വിലക്കപ്പെട്ട കനി പറിച്ചു കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ മദ്യപാനം, പുകവലിയ, മയക്കുമരുന്ന്, വ്യഭിചാരം, സ്വവർഗരതി, ബ്ലൂ ഫിലിമുകൾ, മ്ലാച്ഛതകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾ ഈ കാര്യം ഓർത്തോണം. അത് ചെയ്യാനായിട്ട് നിനക്ക് പ്രേരണ നൽകുന്നത് ദൈവത്തിൽ നിന്നല്ലത്, ആ പ്രേരണ പിശാചിൽ നിന്നാണ്. നിന്റെ നാശം ആഗ്രഹിക്കുക, നിന്റെ നിത്യനാശം രാവും പകലും ആഗ്രഹിക്കുന്ന സാത്താനാണ് നിന്നെയും കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നത്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ വിലക്കപ്പെട്ട കനി നീ പറിച്ചു കഴിച്ചാൽ നീ മരിക്കുമെന്ന്, അതാണ് പറഞ്ഞിരിക്കുന്നത്. മരണമുണ്ടാകുമെന്നാണ് ദൈവകൽപ്പന പഠിപ്പിക്കുന്നത്. അസരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 32:1 മുതൽ 6 വരെയുള്ള വചനം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് പൊറുതിയും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അവിടുത്തെ കരം എൻ്റെ മേലുണ്ടായിരുന്നു. വേനൽക്കാലത്ത് ചൂട് കൊണ്ടുവന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പറയാണ്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ഉപേക്ഷിക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അത് സൂക്ഷിക്കുന്നത് കൊണ്ട് ഞാൻ ക്ഷയിച്ചുപോയി എന്ന് പറയുക. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 21:1-2-3 വചനം പറയുക. വലിയ വചനം അത്. മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? മേലിൽ ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകല്. അടുത്തിയെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപഹരിക്കുമെന്ന് പറയുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവകൽപ്പനകൾ, ദൈവിക നിയമങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ രഹസ്യമായോ പരസ്യമായോ ആര് ലംഘിച്ചാലും അതിൻ്റെ പരിണിത ഫലങ്ങൾ, അതിൻ്റെ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അതിന് ഉറപ്പാണ്, 100% ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയുക കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ പിശാചാണ് പറയുന്നത്. നിന്റെ നാശം, നിന്റെ നിത്യനാശം, നിന്റെ ആത്മനാശം ആഗ്രഹിക്കുന്ന സാത്താനാണത് പടയുന്നത്. ചെയ്തോടാ, നീ വ്യഭിചരിച്ചോടാ, കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പുറകെ പൊക്കോ, കാണുന്ന പുരുഷന്റെ പുറകെ പൊക്കോ, വേശ്യാലയത്തിൽ പൊക്കോടാ, കുടിച്ചോടാ, വലിച്ചോടാ, ഡ്രഗ്സ് എടുത്തോ, നീ നിരീശ്വരവാദിയുടെ കൂടെ നടക്കടാ, നീ കൊലപാതകം നടത്തുന്നീ, വ്യഭിചരിക്കുന്നീ,
അബോർഷൻ നടത്തി നീ പേടിക്കണം. ആരെ പേടിക്കുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് സാത്താൻ പറഞ്ഞത്. ഈ വിലക്കപ്പെട്ട കനി നീ പറിച്ചു കഴിച്ചാൽ നിനക്കൊന്നും സംഭവിക്കില്ല. മാത്രമല്ല നീ ദൈവത്തെ നീ വളരണോ, ഉയർച്ചയൊക്കെ ഉണ്ടാവണോ. കള്ളക്കച്ചവടമൊക്കെ നടത്തണം നീ, കൊടും പലിശയ്ക്ക് നീ പണം കൊടുക്കണം, നീ അവരെ നീ പീഡിപ്പിക്കണം. നീ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കി പേടിക്കണ്ട. ഒന്നും നിന്നെ ബാധിക്കില്ല, ഒന്നും നിന്റെ കുടുംബത്തെയോ ബാധിക്കില്ല. ഇത് പഠിപ്പിക്കുന്നത് പിശാചാണ്. ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ, ശ്രമത്തിൽ പറയാം ഹല്ലേലൂയ. ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 28-29 വചനമുണ്ട്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തെ വേട്ടയാടുന്ന 3 പിശാചുക്കളുണ്ട്. ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ടാണ് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. യുഗാന്ത്യത്തിൻ്റെ അടയാളമായിട്ട് പറയുന്ന ഏറ്റവും വലിയ വചനങ്ങളൊന്നാണ് ലൂക്കാ 21:34-35 വചനം. ലൂക്കാ 21:34-35 വചനം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേലും ഈ 3 പിശാചുക്കൾ നിബന്ധിക്കും. ഈ 3 പിശാചുകൾ, അതായത് സുഖലോലുപതയുടെ സ്പിരിറ്റ് ഓഫ് പ്ലഷർ, അതായത് പ്ലഷർ സ്പീക്കിംഗ് പ്ലഷർ സീക്കിംഗ് പീപ്പിൾ, അല്ലെങ്കിൽ വളരെ സെക്സ് സ്പിരിറ്റ്, ലോകം മുഴുവൻ വ്യാപരിക്കാൻ പോകുന്ന സ്പിരിറ്റാണത്. ലോകം മുഴുവൻ അത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന. അവിടെ നിന്ന് ലോകത്തിൽ നടക്കുന്ന കാണുമ്പോൾ സുവിശേഷത്തിൽ എഴുതിയതൊക്കെ നടക്കുന്നുള്ളൂ, അല്ലാത്തൊന്നും നടക്കുന്നുള്ളൂ. സുവിശേഷത്തിൽ എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ലോകം മുഴുവൻ പകരുന്നത്. അതാണ് സുഖലോലുപത. 2 മദ്യാസക്തി, ഡ്രിങ്ക്സ് എടുക്കുക. മദ്യാസക്തിയുടെ സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ആൽക്കഹോൾ, ഡ്രഗ്സ്, അല്ലെ സ്മോക്കിങ്, ഇതെല്ലാം ചേർന്ന ഒരു ഈവിൾ സ്പിരിറ്റാണിത്. ഇത് ലോകം മുഴുവൻ വീഴുന്നു, ബൈബിള് പഠിപ്പിക്കുന്നത്. അടുത്തത് ജീവിത വ്യഗ്രത, നാളെക്കുറിച്ചുള്ള വ്യഗ്രത. നാളെ ഞാൻ എന്തായിത്തീരണം? പണത്തെക്കുറിച്ചുള്ള വ്യഗ്രത, പണക്കൊതിയോ അതങ്ങ് തലയോട്ട് കയറി ഭ്രാന്ത് പോലെ, ലഹരി പോലെ അങ്ങ് പിടിക്കും. മനസ്സ് പേരും പെരുമ പ്രശസ്തിക്ക് വേണ്ടിയുള്ള വ്യഗ്രത. പേരുണ്ടാകണം, പെരുമയുണ്ടാകണം, പ്രശസ്തി ഉണ്ടാകണം, വലിയ ആളാകണം, ഇതിനുവേണ്ടി വ്യഗ്രത. ഇത് 3 പിശാചുകൾ മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവനെ കൊണ്ട് തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത് യുവാവെന്നോ യുവതിയെന്നോ അച്ഛനെന്നോ സിസ്റ്ററെന്നോ ദൈവജനമെന്നോ അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ ആരും ഒട്ടമില്ല. ഈ 3 തിന്മയുടെ അരൂപികൾ ആരുടെ മേലും വന്ന് പതിക്കാമെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാണ്. മനസ്സ് ദുർബലം, ബലം പോയ മനസ്സ് തീരുമാനം എടുക്കും. ഒരാഴ്ചയിലും വീണ്ടും അതേ കുടിയിലോട്ട് പോയി വീടും. ധ്യാനം കൂടും, 8-ാം ഭാഗം വീണ്ടും അതേ കുടിയിലോട്ട്. കാരണം ഈ തിന്മയ്ക്ക് അങ്ങനെയുള്ള പ്രത്യേകതയുണ്ട്. നിന്നെ തളർത്തി കളയുന്ന, നിന്റെ മനസ്സ് തളർത്തുന്ന, നിന്റെ തീരുമാനങ്ങളെ മുഴുവൻ എടുത്തു കളയുന്നത്. ഇത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകില്ല. വട്ടം കറക്കും. അവന് മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല. അവനെ ഈ ബന്ധനം കയറി പിടിക്കുന്നത് കാണാൻ പറ്റും. ശ്രമത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും മനസ്സിൻ്റെ ശക്തി, മനസ്സിൻ്റെ ആരോഗ്യം, അതായത് സെൽഫ് കൺട്രോൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു പൈശാചിക ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഇത്. അവിടെ പറയാണ് ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈശോ മിശിഹായുടെ വചനം ഉണ്ടല്ലോ, അത് സംഭവിക്കും. ഈശോ പറയടുത്ത് എന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സ്ഥലമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്ന എല്ലാവരുടെ മേലും ഇത് വന്ന് നിബന്ധിക്കും. സ്ഥലമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അത് നിബന്ധിക്കലാത്ത ആരുടെ മേലാന്ന് ബൈബിൾ പറയുന്നുണ്ട്. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം
രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് നിരന്തരം എപ്പോഴും ദൈവബന്ധത്തിലും പ്രാർത്ഥനയിലും കഴിയുന്നവൻ്റെ ശരീരത്തിലേക്ക് ഇത് പതിക്കാതിരിക്കുള്ളൂ. നിരന്തരമായ പ്രാർത്ഥന, ഇടമുറിയാതുള്ള പ്രാർത്ഥനയുടെ ജീവിതം ഈശോ മിശിഹായ രാവും പകലും ഏറ്റുപറയുന്ന മക്കൾക്ക് അവരുടെ മേൽ ഇത് പതിക്കത്തില്ല. അണുവിടെയെങ്കിലും മാറി നിൽക്കുന്നവൻ്റെ മേൽ ഈ തിന്മയുടെ ആത്മാക്കൾ വന്നിട്ട് പിടികൂടുന്നത് കാണാൻ പറ്റും. അണക്കരെ ധ്യാനം തുടങ്ങിയ കാലത്ത് ഓർമ്മിക്കുന്നുണ്ട്, ഞാൻ പറയുമായിരുന്നു, ഒരു 60% ഒരുപാട് വിവാഹമോചനങ്ങളുടെ കേസുകൾ വരുമ്പോൾ ഒരു 60% കേസുകളാണ് പ്രേമബന്ധങ്ങൾ കൊണ്ട് വിവാഹമോചനം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ ഇടയിൽ 95% ഡൈവോഴ്സ് കേസ് ഞാൻ കാണുന്നത് പ്രേമിച്ചുള്ള കല്യാണം, പ്രത്യേകിച്ച് മതം മാറി കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഴുവൻ തന്നെ തകർന്ന് തരിപ്പണമാവും. കഴിഞ്ഞ എനിക്കറിയാം ഒരു കൊച്ചുകുട്ടി, അതൊക്കെ 19 വയസ്സ് പ്രായമല്ലോ, അത് പഠിച്ച് +2 കഴിഞ്ഞിട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഉടനെ ഒരു ഒളിച്ചോടി, ക്രൈസ്തവ കുടുംബം ഒളിച്ചോടി ഒരു അക്രൈസ്തവനായ ഒരുവൻ്റെ പുറകെ പോയി കല്യാണം പോയി കഴിച്ചു. ഭയങ്കര പ്രശ്നം, നാട് മുഴുവൻ നാണം കെട്ട് വീട്ടുകാരും കുടുംബക്കാരെല്ലാം തകർന്ന് തരിപ്പണമായി. കൊച്ചങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പാണ്ട് ഒരു 2 മാസം കഴിഞ്ഞില്ല അവൾ അവിടെ നിന്ന് ഇറങ്ങി. അവൾ ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിൽ തിരിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട്, എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് തെറ്റുപറ്റി. എന്താ പറ്റി? ചതിക്കുഴിയാ മക്കള്. നിങ്ങളോർക്കും ഇത് സുഖമാണെന്ന്. മക്കളെ, ജീവിതത്തിൽ നിങ്ങൾ നശിപ്പിക്കാറിയ തിന്മയുടെ ശക്തിയത് തിരിച്ചറിയണമെങ്കിൽ ദൈവബന്ധം വേണം. ദൈവബന്ധമില്ലാത്തവൻ മുഴുവൻ തീർന്ന ശേഷം തിരിച്ചറിയുള്ളൂ. ജീവിതം മുഴുവൻ തീർന്നു കഴിയുമ്പോൾ ബോധം തെളിയും. ജീവിതം മുഴുവൻ തീർന്നിട്ടല്ല ബോധം തെളിയേണ്ടത്, ഇപ്പോഴാ ബോധം തെളിയേണ്ടത്. വിശുദ്ധി വേണ്ട. അത് കേൾക്കേണ്ട വിശുദ്ധി എന്ന് പറയുമ്പോൾ ചെവി അടച്ചു പിടിക്കും. പറഞ്ഞു ഹല്ലേലൂയ. എനിക്കറിയാം ഒരു കുട്ടിയെയും കൊണ്ട് മിക്കവാറും ചിലപ്പോഴൊക്കെ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപ്പനെ പാവപ്പെട്ടു പോകാൻ കൊച്ച്. പക്ഷെ ആ കൊച്ച് ഒരു പ്രത്യേകത, വചനം ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ ഈ കൊച്ച് 2 വിരലും എടുത്ത് ചെവിക്ക് അടിച്ചു. കൊച്ചു രോഗിയായ ഒരു ബശാസ്യം എന്നുള്ള കുട്ടിയാണ്. പാവം കൊച്ചൊരു 8-9 വയസ്സ് കാണുമായിരിക്കും. ഇത് പെട്ടെന്ന് ചെവി അടിക്കും. കേൾക്കണ്ട. കൊച്ചിന് ഒരു കാര്യങ്ങളും അറിയത്തില്ലാത്ത കൊച്ചാണ്. നമ്മൾ വേറെ ഏത് കാര്യം പറഞ്ഞാലും കൊച്ച്. പക്ഷെ ദൈവവചനം ഒരു വാക്ക് പറഞ്ഞ ഒട്ടനെ കയറി അത് ക്ലോസ് അടയ്ക്കാതെ, പെട്ടെന്ന് അടയ്ക്കാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ കൃപയും അഭിഷേകവും വട്ടെ. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം. എല്ലാ ബന്ധനങ്ങളും അടിക്കണം. കർത്താവ് ദേശത്തെ മുഴുവൻ അങ്ങനെ കരുണ കടലിൽ കാഴ്ചവെക്കുന്നു. ദിവ്യകാരണീശോയെ, ഈ കൂട്ടായ്മയുള്ള മുഴുവൻ മക്കളോട്, ഇവിടെ കുടുംബങ്ങളോട്, ഈ ദേശത്തോട്
സാമ്പത്തിക തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ ബന്ധനങ്ങൾ, അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ, തകർന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മ ഈശോയെ എന്നോട് കരുണയ്ക്കാണ്ട് അവരുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കണമേ. നാനാജാതി മക്കളുടെ ബന്ധനങ്ങൾ കെട്ടുകൾ അടിച്ചവരെ രക്ഷിക്കണം കർത്താവ്. രണ്ടു കരം ഉയർത്തി ഈ കുർബാനയുടെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെ എന്ന് വിളിക്കട്ടെ.